നമസ്കാരം. കിറ്റി കാറ്റ് ആരോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടുത്ത 24 മണിക്കൂറിനുള്ള മെസ്സേജ് ആണ്. ഒരു ലവറിനെ കാണിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇഗ്നോർ ചെയ്യുന്ന ഒരു ലവർ ആയിരിക്കാം. ഒരു സർപ്രൈസ് വിസിറ്റ് തരാൻ പോകുന്നുണ്ട് നിങ്ങൾക്ക്. അത് നിങ്ങൾക്ക് വളരെ ആശ്വാസകരമാകും. ചിലപ്പോ നിങ്ങൾ പുറമേ ഈ വ്യക്തിയോട് വളരെ ക്രൂരമായിട്ട് പെരുമാറുന്നുണ്ടാവാം. എന്നാലും നിങ്ങൾക്ക് ഉള്ളിൽ ഇഷ്ടമാണ് ഈ വ്യക്തി നിങ്ങളുടെ പുറകെ വരുന്നത്. അപ്പോ ഈ വ്യക്തിയെ നിങ്ങൾ ഇൻസൾട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഈ വ്യക്തി ഇപ്പോഴും നിങ്ങളുടെ പുറകെ നടക്കുന്നുണ്ട്. അപ്പോ നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ലാസ്റ്റ് ടൈം കണ്ടപ്പോ ചിലപ്പോ ഇവരെ ഭയങ്കരമായിട്ട് വഴക്ക് പറഞ്ഞിട്ടായിരിക്കും നിങ്ങൾ മേലാൽ എന്റെ മുമ്പിൽ വന്നു പോകരുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. എന്തായാലും ഒരു സർപ്രൈസ് ആയിട്ട് ഈ വ്യക്തി വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾ വളരെ സങ്കടത്തിലാണ് എന്തോ കാര്യത്തില്. അതപ്പോ നിങ്ങൾക്ക് വളരെ ആശ്വാസമാകും എന്നാണ് പറയുന്നത്. പിന്നെ ഒരു കാർഡ് വന്നേക്കുന്ന ജേർണി. ഒരാള് യാത്ര പുറപ്പെട്ടിട്ടുണ്ട്. ഒരാള് ഭയങ്കര ചിന്തയിലാണ്. അപ്പൊ എന്തോ ഒരു സാധനം ആരോ ഒരാള് എന്തോ അത്യാവശ്യം ചിലപ്പോ കോളേജിൽ പഠിപ്പിക്കാനുള്ള എന്തെങ്കിലും ബുക്ക് ആയിരിക്കാം. എന്തോ ഒരു സാധനം എവിടെന്നോ കൊണ്ടുവരുന്നുണ്ട് ആരോ. അപ്പൊ ആരോ എവിടെന്നോ വരുന്നുണ്ട്. അപ്പൊ അയാളുടെ അടുത്ത് പറഞ്ഞിട്ട് അത് അവിടെന്ന് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് പിള്ളേരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിന്റെ ചിന്തയിലാണ്. അത് സമയത്ത് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും എന്നൊരു ടെൻഷൻ ഇവിടെ ആർക്കോ ഉണ്ട്. അപ്പൊ എന്ത് ബുക്കാണ് എന്താണെന്ന് എനിക്ക് അറിയില്ല. ഇനി സമ്മർ ക്ലാസ്സിനുള്ള എന്തെങ്കിലും കാര്യമാണോ എന്ന് എനിക്ക് അറിയില്ല. എന്തായാലും അടുത്ത 3 കാർഡ്സ് ബേബി കുഞ്ഞുവാവയെ കാണിക്കുന്നുണ്ട്. പിന്നെ ഒരു ആഘോഷം കാണിക്കുന്നുണ്ട്. ഓ, അപ്പൊ എന്തോ കുഞ്ഞുവാവയുടെ അച്ഛനും അമ്മയും റിയൂണിയനിലേക്ക് പോകുന്നുണ്ട്. അതൊരു വലിയ സന്തോഷത്തിലേക്കാണ് പോകുന്നത്. അപ്പൊ ഈ കുഞ്ഞുവാവ ഉണ്ടായതിനു ശേഷം നിങ്ങളുടെ ലൈഫില് ഇതിനു മുമ്പേ നിങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ കുഞ്ഞുവാവ വന്നോടുകൂടി നിങ്ങൾ ഭാര്യയും ഭർത്താവുമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം സോൾവ് ആകും എന്നാണ് പറയുന്നത്. നിങ്ങൾ തമ്മിലൊരു റിയൂണിയൻ ഉണ്ടാവും ഈ കുഞ്ഞുവാവ.